Good morning. Good morning. Morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? MLC വരെയായിരുന്നോ എടുത്തിട്ടുണ്ടായിരുന്ന ക്ലാസ്? ഇവിടെ വരെയായിരുന്നു വായിച്ചു റെക്കോർഡ്സ് കഴിഞ്ഞു. റെക്കോർഡ്സ് പോലീസ് ഇന്റിമേഷൻ ബുക്ക് വരെ അല്ലേ? അവിടെ വരെയല്ലേ? ഇവിടെ വരാതെ. ഓക്കെ ഓക്കെ, എല്ലാരും വായിച്ചൊക്കെ നോക്കിയില്ലേ? ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? പഠിക്കാൻ പറ്റുന്നില്ലേ വായിക്കുന്നതൊക്കെ? ഓക്കെ, അപ്പൊ നമുക്കിനി അതിന്റെ ബാക്കി എടുക്കാം കേട്ടാ. ഓക്കെ, next one, functions of the accident and emergency services, which are എന്തൊക്കെ ഫങ്ഷൻസ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അവരുടെ കടമകൾ എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഒരു 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. അടിയന്തരമായി ജീവൻ രക്ഷിക്കാനുള്ള മെഡിക്കൽ കെയർ പേഷ്യന്റിന് കൊടുക്കുക എന്നുള്ളത് എന്താണ്? ഒരു ഫങ്ഷൻ ആണ്. ആരുടെ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കേട്ടോ. അവിടെ വരുന്ന പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു കടമയായിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ്, ടു liaise with the courts and police in medico-legal cases whenever required. ആവശ്യമെങ്കിൽ, അതായത് MLC കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയും പോലീസുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. ഞാൻ പറഞ്ഞു MLC കേസുകളിൽ, മെഡിക്കോ ലീഗോ കേസുകളിൽ നമുക്ക് പോലീസിന്റെ സഹായം വേണ്ടി വരും, കൂടാതെ കോടതികളുടെ ഇടപെടൽ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അവരുമായിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവരുമായിട്ട് നല്ല രീതിയിലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു റിലേഷൻ കീപ്പ് ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് to provide ambulance service for pre-hospital care and transportation of patients to and from the hospital. രോഗിയെ അടിയന്തരമായിട്ട് എത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അപ്പൊ രോഗിയെ കൊണ്ടുവരുന്നതിനായിട്ട് രോഗിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒരുക്കി കൊടുക്കണം. ആംബുലൻസ് സൗകര്യം രോഗിയിൽ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് പെട്ടെന്ന് ഒരാൾക്ക് പൊള്ളലേറ്റു എന്ന് വിളിച്ച് പറയാണ്. ഓക്കെ, ഹോസ്പിറ്റലിലേക്കാണ് വിളിക്കുന്നത് അടുത്തുള്ള, അവിടെ നിന്ന് എന്തായിരിക്കും? ആംബുലൻസ് ആയിരിക്കും അല്ലെ? എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആംബുലൻസ് സർവീസ് ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കൂടാതെ ആ രോഗിക്ക് ആ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ് പോരാ എങ്കിൽ, അതിൽ സാറ്റിസ്ഫൈഡ് ആകുന്നില്ലെങ്കിൽ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിന് വേണ്ടതെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യുന്നു? ആംബുലൻസ് സർവീസ് ഒരുക്കി കൊടുക്കുന്നു. രോഗിയെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആംബുലൻസ് സർവീസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ്, ടു ഫുൾഫിൽ ദ റോൾ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ എസ്പെഷ്യലി ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു പോയിന്റ് ആണത്. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഡിസാസ്റ്റർ സമയത്ത്, ദുരന്ത സമയത്ത് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡർ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻഫോർമേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. നമ്മൾ ന്യൂസിലും മറ്റുമൊക്കെ കണ്ടല്ലേ, ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ധാരാളം ആളുകളെ കണ്ടെടുക്കുകയും അതിനോടനുബന്ധിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ, ഹോസ്പിറ്റലുകളിൽ.
ഇവിടെ ധാരാളം ആളുകളുടെ ഡെഡ് ബോഡീസ് തിരിച്ചറിയാൻ പറ്റാത്തത്, ധാരാളം ആളുകള് എന്താ പറയാ കണ്ടു കിട്ടാത്തവർ, അങ്ങനെയുള്ള ധാരാളം ആളുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും തുടർന്ന് പോലീസിനായാലും അവരുടെ റിലേറ്റീവ്സിനായാലും ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോ ഡിസാസ്റ്റർ സമയത്ത് ഇൻഫോർമേഷൻ പ്രൊവൈഡർ ആയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പോയിന്റ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ഇപ്പൊ ഈ 4 ഫംഗ്ഷനും കൂടാതെ എന്ത് പുറമെ നൽകുന്നുണ്ട് ഇവര്? അതായത് അവിടെ വരുന്ന സ്റ്റാഫുകൾക്ക്, സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരെ എന്താ പറയാ കൂടുതൽ അവയർനെസ് അവരിൽ കൊടുക്കുന്നുണ്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്ക്. കൂടാതെ അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, എങ്ങനെയാണ് ഒരു രോഗി അടിയന്തരമായിട്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസ്, ചില സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഗവേഷണ പദ്ധതികൾ, അതായത് കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുമല്ലോ ഹോസ്പിറ്റലിൽ പുതുതായിട്ടൊക്കെ. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്നതിൽ അവരിലൂടെ എന്താ പറയാ പുതിയ കാര്യങ്ങൾ ഹോസ്പിറ്റൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിനുള്ള സഹായങ്ങളും മറ്റും ആര് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോ 5 ഫങ്ഷൻസ് ആണ്. ആദ്യത്തെ പറഞ്ഞു, ആദ്യത്തെ കടമ എപ്പോഴും എന്താണ്? ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തേത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സേവിങ് മെഡിക്കൽ കെയർ കൊടുക്കുക. രണ്ടാമത്തത് മെഡിക്കോ ലീഗൽ കേസുകളിൽ കോടതിയുമായിട്ടും അതുപോലെ തന്നെ പോലീസുമായിട്ടും നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യുക. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ആംബുലൻസ് സർവീസ് ഒരുക്കി കൊടുക്കുക. പിന്നീട് ഡിസാസ്റ്റർ സമയത്ത് ഇൻഫോർമേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുക. ദെൻ അവിടുത്തെ സ്റ്റാഫുകളുടെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ എന്താണ് അവരെ സഹായിക്കുക, അവരെ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, 5 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത പറയാലോ. ഇത് ഫങ്ഷൻസ് ആണ് കേട്ടോ, ഫങ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുവർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗം ഹോസ്പിറ്റലിന്റെ ദൈനംദിന കാര്യങ്ങൾ അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അതായത് ഒരു സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിപ്പിക്കുന്നത് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് താഴെ പറയുന്നത്. അത് എവിടെയാണ് നടപ്പിലാക്കേണ്ടത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവര് ചില കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, the ED must be organized and administrated to meet the healthcare needs of its population. അതായത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവിടെ വരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പാകത്തിന് എന്താ പറയാ ഒരുക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം ഡിസാസ്റ്റർ സമയത്തൊക്കെ ആളുകൾ ധാരാളമായിട്ട് അവിടെ വരുമല്ലോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള, അതായത് അറ്റ് എ ടൈം ഒരു സെയിം ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അവിടെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ആ ഹോസ്പിറ്റലിൽ ആളുകൾ വരുന്നതനുസരിച്ച് എല്ലാ ആളുകളുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആര് തന്നെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഓപ്പറേഷൻ ഓഫ് ED മസ്റ്റ് ബി ഗൈഡഡ് ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തിന് എഴുതപ്പെട്ട പോളിസികൾ, നയങ്ങളും പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങളും ഉണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത് ഇന്ന ലോ ഇന്ന പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഓവറോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കൈകാര്യം എന്ന് പറയുന്നത് എഴുതപ്പെട്ടിട്ടുള്ള പോളിസിയുടെയും പ്രൊസീജിയേഴ്സിന്റെയും ബേസിലാണ്. അപ്പൊ ആ ഒരു പോളിസിയും പ്രൊസീജിയേഴ്സ് ഒക്കെ റെഡിയാക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അവരെഴുതി വെച്ചിട്ടുണ്ട് ഇന്ന കാര്യങ്ങളാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടപ്പിലാക്കേണ്ടത്. അതനുസരിച്ച് മാത്രമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ,
Then മൂന്നാമത്തെ പോയിന്റ്, മെഡിക്കൽ ആൻഡ് ദ നഴ്സിംഗ് ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ അലോങ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് ഇന്റഗ്രേഷൻ ഓഫ് ആൻസിലറി സർവീസ് മസ്റ്റ് എൻഷുർ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻ ED. ഓക്കെ, മെഡിക്കൽ നഴ്സിംഗ് പ്രൊഫഷണൽസിന്റെ ഇടപെടൽ EDയിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ധാരാളം ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, ധാരാളം എക്സ്പീരിയൻസ് ഉള്ള ആളുകള്, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെയൊക്കെ സേവനം അവരെയാണ് നമ്മൾ മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ആ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ഇടപെടൽ, അതായത് അവരുടെ സേവനം EDയിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. അവർ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ഗുണനിലവാരം ഉള്ളതായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളും പേഷ്യന്റിന് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈപ്പ് ട്രീറ്റ്മെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, then next one, appropriateness of emergency care are continually monitored and evaluated. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? അതായത് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആര് നിരീക്ഷിക്കണം? ഈ ഒരു എന്താ പറയാ, എമർജൻസി കെയർ, അതായത് തുടർച്ചയായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗം ഈ ഒരു എമർജൻസി EDയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, നമുക്കറിയാം നിരന്തരം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ED എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അവിടെയുള്ള ഒരു പ്രവർത്തനം, എങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം, എപ്പോഴെപ്പോഴും നിരീക്ഷിക്കുകയും ടോട്ടൽ അതിനൊരു ഇവാലുവേഷൻ കൊടുക്കുകയും ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അടുത്തത്, the medical director should oversee all aspects of the practice of emergency medicine in ED. അതുപോലെ തന്നെ മെഡിക്കൽ ഡയറക്ടർ EDയിലെ എമർജൻസി മെഡിസിൻ, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പരിശീലനങ്ങൾ എന്നിവയെ കുറിച്ച് നിരീക്ഷിക്കണം. ഒരു മെഡിക്കൽ ഡയറക്ടർ ഉണ്ടാവുമല്ലോ ഒരു ഹോസ്പിറ്റലിൽ, അവരുടെ ബോർഡ് അതോറിറ്റി ആയിട്ടുള്ള മെഡിക്കൽ ഡയറക്ടർ ഉണ്ടാകും. മെഡിക്കൽ ഡയറക്ടർ വന്നിട്ട് എന്ത് ചെയ്യണം? EDയിൽ കൊടുക്കുന്ന മരുന്നുകള്, മെഡിസിൻസ് ഇപ്പൊ കാലപ്പഴക്കമുള്ളതാണോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ക്വാളിറ്റി നല്ലതാണെന്നൊക്കെ ഉറപ്പുവരുത്തുകയും അവിടെ കൊടുക്കുന്ന സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളും മറ്റുമൊക്കെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് അത് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, then next one, all new staff members should get a formal orientation program that addresses. അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇതാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. പുതുതായിട്ട് സ്റ്റാഫുകൾ വന്നാല് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷനും കാര്യങ്ങളും അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത്, അത് ഉറപ്പുവരുത്തുക. ദെൻ ദ മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റലിന്റെ മിഷൻ, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ദൗത്യം എന്താണെന്ന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ആളുകൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, എല്ലാ ഹോസ്പിറ്റലിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ദൗത്യം പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പൊ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക എന്നുള്ളത് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. ഓക്കെ, then സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ED. അതുപോലെ തന്നെ എന്താ പറയാ, ഓരോ നടപടിക്രമങ്ങൾ EDയിൽ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പാലിക്കേണ്ട ഓരോ നടപടിക്രമങ്ങളെ കുറിച്ചും ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് വ്യക്തമായിട്ടുള്ള ധാരണ കൊടുക്കുക. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദ ED സ്റ്റാഫ്, അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാത്തരം ആളുകൾക്കും എല്ലാത്തരം സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം എന്താണ്, അവരുടെ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, then staff must improve their professional knowledge and skill. ഓക്കെ, അതുപോലെ തന്നെ
സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുമല്ലോ. അപ്പൊ പല സ്റ്റാഫുകൾക്കും ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടാകും അല്ലെ. ഓക്കെ, അവരുടേതായിട്ടുള്ള സ്കില്ലും അതുപോലെ തന്നെ ആ ഒരു ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ അവർ ജോലിയിൽ കാണിക്കും. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം അവർക്ക് കൊടുക്കുക. അവരുടെ ജോലി എന്താണ്, ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, അവരുടെ സ്കില്ലിനനുസരിച്ചുള്ളതൊക്കെ എന്ത് ചെയ്യുക, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. Okay. Then triage and screening of each patient must be performed by a physician or trained RN with the EMT. അവിടെ ഒരു N മിസ്സിംഗ് ആണ് കേട്ടോ. രജിസ്ട്രേർഡ് നഴ്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പക്ഷെ 6 മാത്രമേ കൊടുത്തിട്ടുള്ള ഒരു നോട്ടില്. RN എന്നാണ് ഇവിടെ വരിക. അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ഉണ്ടെങ്കിൽ പ്രിന്റ് ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടിച്ചേർക്കുക കേട്ടോ. RN എന്നാണ് പറയുന്നത്. അതായത് ഓരോ പേഷ്യന്റിന്റെയും ട്രയാജും സ്ക്രീനിങ്ങും നടത്തേണ്ടത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള ഒരു RN രജിസ്ട്രേർഡ് നഴ്സും ഒരു EMTയും ചേർന്നിട്ടാണ്. ആദ്യത്തെ ട്രയാജുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതാണത്. ട്രയാജ് സെക്ഷനിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു രജിസ്ട്രേർഡ് നഴ്സ്, അതുകൂടാതെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, ഇവരുടെ സേവനം അവിടെ ഉണ്ടായിരിക്കണം. ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അടുത്തത് eligible and appropriate medical record must be established for each individual. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ പേഷ്യന്റിന്റെയും കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അതായത് പേഷ്യന്റിനെ നമ്മൾ മാറിപ്പോവാനൊന്നും പാടില്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും പേഷ്യന്റിനെ നമ്മളിപ്പോ സർജറിക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ മാറിപ്പോയാൽ പേഷ്യന്റേ മാറിപ്പോകും അല്ലെ. അപ്പോ അവിടെ വരുന്ന എല്ലാ പേഷ്യന്റിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അടുത്തത് the minimum set of SOPs should be available for. അതുപോലെ തന്നെ ഒരു മിനിമം സെറ്റ് SOPs എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അതായത് അവിടെ പിന്തുടരുന്ന വരുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. ഓക്കെ, അതനുസരിച്ചിട്ടാണ് ഈ ഒരു ED എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് കേട്ടോ. താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, ഒന്നും കൂടി പറയാം. ചില ആളുകൾക്ക് മനസ്സിലാവാത്തതുണ്ട്, ചില കുട്ടികൾക്ക്. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഷോർട്ടായിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് EDയിലെ ആവശ്യങ്ങൾ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പാകത്തിന് ഓർഗനൈസ്ഡ് ആയിരിക്കണം ED എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേത് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടാണ്, എഴുതപ്പെട്ട സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടാണ് ED പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു നിയമങ്ങൾ തയ്യാറാക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, അതായത് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ along with appropriate integration of ancillary services must ensure quality and safety in ED. അതുപോലെ തന്നെ മെഡിക്കൽ നഴ്സിംഗ് പ്രൊഫഷണൽസിന്റെ ഇടപെടൽ EDയിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. ഓക്കെ, സേവനങ്ങൾ കേട്ടോ, അവരുടെ സേവനങ്ങൾ. ദെൻ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഓപ്പറേഷൻസ്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഇനി ആറാമത്തെ പോയിന്റ്, മെഡിക്കൽ ഡയറക്ടർ എപ്പോഴും വന്ന് എവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. മെഡിസിൻസ് ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, ആ സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും അവിടെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ആര് ചെക്ക് ചെയ്യണം? മെഡിക്കൽ ഡയറക്ടർ വന്നാണ് ഉറപ്പ് വരുത്തേണ്ടത്. ഏഴാമത്തെ പോയിന്റ്, എല്ലാ തരത്തിലുള്ള, അതായത് പുതിയ സ്റ്റാഫുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യണം, അതായത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതുകൂടാതെ മിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ,
ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യം അവിടെയുള്ള സ്റ്റാഫുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ദെൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ED. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിന്റെ ഷോർട്ട് ഫോം ആണ് SOPs എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലിൽ പിന്തുടരുന്ന പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ പിന്തുടരുന്ന പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യണം? ഉറപ്പുവരുത്തിക്കണം. പല ഹോസ്പിറ്റലുകളിലും പലതരത്തിലാണ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കുക. അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പിന്തുടരുക. ഓക്കെ, ദെൻ EDയിലെ എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ടുള്ള അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ജോലിയിൽ എന്താണ് അവർ കാണിക്കേണ്ട ഉത്തരവാദിത്തം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഓക്കെ, അവരുടെ നോളജും സ്കില്ലും വർദ്ധിക്കാനുള്ള ട്രെയിനിങ്ങുകളും മറ്റും കൊടുക്കുക. ദെൻ ട്രയേജ് സെക്ഷനിൽ പരിശീലനം ലഭിച്ച ഒരു RN അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അവരുടെ സേവനം EDയിൽ ഉറപ്പുവരുത്തുക. എല്ലാ പേഷ്യന്റിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഇനി SOPs എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ എന്താ പറഞ്ഞത്? SOPs സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിനെയാണ് നമ്മള് SOPs എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതാണത്. എങ്ങനെയാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് നമ്മൾ പ്രൊസീജിയേഴ്സ്, അതായത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ രോഗി അവിടെ നിന്ന് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ രോഗിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്, ഇതിനെയാണ് നമ്മള് SOPs എന്ന് പറയുന്നത്, പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് SOPs വരുന്നത്. ഫസ്റ്റ് നിങ്ങൾ കണ്ടേ ആ ഒരു A പോയിന്റ് കണ്ടോ? A കൊടുത്തിരിക്കുന്നത് ആദ്യം എന്താ വരുന്നത് SOPsല്? റിസീവിങ് ദ പേഷ്യന്റ് അല്ലെ, അതായത് പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് അവരെ സ്വീകരിക്കുന്നു അല്ലെ, ശരിയല്ലേ? പേഷ്യന്റ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവരെ പെട്ടെന്ന് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ അവരെ റിസീവ് ചെയ്യുന്നു. ദെൻ രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ രജിസ്ട്രേഷൻ ചെയ്യുന്നു അല്ലെ, അവരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നിലവിൽ അവിടെ ചികിത്സയിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ പഴയ മെഡിക്കൽ റെക്കോർഡ് എടുത്തിട്ട് എന്ത് ചെയ്യാം? റിട്രീവ് ചെയ്യാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് ട്രയേജ് ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്നു. ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്നതാണ് അല്ലെ, അതായത് ആദ്യം ആർക്കാണ് കെയർ കൊടുക്കേണ്ടത്, രണ്ടാമത് ആർക്കാണ് കെയർ കൊടുക്കേണ്ടത് എന്നുള്ളത് സോർട്ടിങ് രീതിയാണ്. ഇപ്പൊ ട്രയേജ് നടത്തുന്നു, പേഷ്യന്റിനെ എന്താണ് അവരുടെ അവസ്ഥ എന്നനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പേഷ്യന്റിനെ ട്രയേജ് നടത്തുന്നു. ദെൻ ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ, ട്രയേജിന്റെ അടിസ്ഥാനത്തിൽ ഒന്നില്ലെങ്കിൽ രോഗിയെ സർജറിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ രോഗിയെ MRIയിലേക്ക് കൊണ്ടുപോവാം, അല്ലെങ്കിൽ രോഗിയെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്തിവിടെ പറയുന്നത്, അതായത് ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് D ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഈ ഓപ്ഷൻ നോക്കൂ, റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. റെഫറൽ ഓഫ് ദ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് ആ ഹോസ്പിറ്റലിൽ മതിയായിട്ടുള്ള സൗകര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? രോഗിയെ റെഫർ ചെയ്യും അല്ലെ, അതായത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടുപോവാണ് ചെയ്യും. ഓക്കെ, ദെൻ F നോക്കൂ, ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റ് കണ്ടീഷൻ ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് എന്ത് ചെയ്യും? പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞു A എന്ന് പറയുന്നത് റിസീവിംഗ് ദ പേഷ്യന്റ് ആണ്, രണ്ടാമത്തേത് രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്, മൂന്നാമത്തേത് ട്രയേജ് ഓഫ് ദ പേഷ്യന്റ്, then shifting transfer within hospital, then referral of the patient, then discharge of the patient. Clear ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ പറഞ്ഞു തന്നത്? ഓക്കെ, ഇനി G നോക്കൂ, ബ്രോട്ട് ഇൻ ഡെഡ് കേസസ്. മരിച്ചുകൊണ്ട് വരുന്ന കേസുകൾ ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും മരിച്ചു പോകുന്ന ചില കേസുകളൊക്കെ ഉണ്ട്. അവർക്ക് നമ്മൾ ചെയ്യേണ്ടത് വേറൊരു പ്രൊസീജിയർ ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ. എന്താ ചെയ്യുക? അങ്ങനെ മരിച്ചുകൊണ്ട് വരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും?
നോർമലി എന്ത് ചെയ്യും, പോസ്റ്റ്മോർട്ടത്തിന് സജസ്റ്റ് ചെയ്യും അല്ലെ. അതായത് പോസ്റ്റ്മോർട്ടം പ്രൊസീജിയേഴ്സിലൊക്കെ കിടക്കാറുണ്ട് അങ്ങനെയുള്ള കേസുകളിലൊക്കെ. ഇപ്പൊ നമുക്കറിയില്ല, ചിലപ്പോൾ ബോധം കിട്ടിട്ടായിരിക്കും രോഗി വീണിട്ടുണ്ടാവുക, രോഗിയുടെ ഉള്ളിൽ ചിലപ്പോൾ വിഷം ചെന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ആഘാതം അല്ലെങ്കിൽ എന്താ പറയാ തലയ്ക്ക് പരിക്കേറ്റിട്ടോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടിട്ടോ നമുക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാനായിട്ട് പറ്റില്ല. പക്ഷെ എന്താണ്, രോഗി ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേന് എന്ത് പറ്റി, രോഗി മരിച്ചു പോകുന്ന കേസുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ പ്രൊസീജിയർ ചെയ്യാം, പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കൊടുക്കുക അല്ലെ. പിന്നെ പോസ്റ്റ്മോർട്ടം പ്രൊസീജിയർ കഴിഞ്ഞ് പോലീസ് വന്ന് ഇൻക്വസ്റ്റ് ഒക്കെ തയ്യാറാക്കിയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ബോഡി ആളുകൾക്ക്, അതായത് അവരുടെ ബന്ധുക്കൾക്കൊക്കെ വിട്ടുകൊടുക്കുന്നത്. അപ്പോ ഇങ്ങനെ മരിച്ചു കൊണ്ടുവരുന്ന കേസുകളിൽ പ്രത്യേകം പ്രൊസീജിയേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രമാത്രമാണ് അവിടെ പറയുന്നേ, ബ്രോട്ട് ഇൻ ഡെഡ് കേസസ്. ദെൻ കോഡ് ബ്ലൂ. ഓക്കെ, എന്താണ് കോഡ് ബ്ലൂ? ഇത്രയും ഞാൻ പറഞ്ഞാല് കോഡ് ബ്ലൂ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പരാമർശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ച് ജസ്റ്റ് എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കി പോവുക അല്ലെ. ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് കോഡ് ബ്ലൂ ആണ്. കോഡ് ബ്ലൂ ഒരു കമന്റ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, കാർഡിയാക് അറസ്റ്റ് എന്നാണ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിയാണോ? കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണോ കോഡ് ബ്ലൂ ചെയ്യുന്നേ? ആണോ? ആണ് അല്ലെ? യെസ്, കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് കോഡ് ബ്ലൂ എന്ത് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്, കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് പറഞ്ഞത്. ഓക്കെ, അറിയാണോ എങ്ങനെയാണ് കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന്? ആർക്കെങ്കിലും അറിയോ എങ്ങനെയാണ് ഒരു പ്രൊസീജിയറിന്? കോഡ് ബ്ലൂ കമന്റ് ചെയ്തേ, മിണ്ടാതിരിക്കല്ലേ, കമന്റ് ചെയ്യൂ. കോഡ് ബ്ലൂ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? യെസ് ഓർ നോ? അറിയാമോ? അറിയില്ല അല്ലെ? ഓക്കെ, അപ്പൊ പറഞ്ഞുതരാം എങ്ങനെയാണ് കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് കോഡ് ബ്ലൂ ഹോസ്പിറ്റലുകളിൽ പ്രത്യേകിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ. കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് മൂലം അവശനിലയിലായിട്ടുള്ള ഒരു രോഗി ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരികയാണ്. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ എന്താ നേരത്തെ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അവിടെ വരുന്ന ഏത് പേഷ്യന്റിനും കറക്റ്റ് ആയിട്ടുള്ള ലൈഫ് സേവിങ് മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഈ കാർഡിയാക് അറസ്റ്റുമായി വന്നിട്ടുള്ള ഒരു രോഗിക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, നമ്മൾ എമർജൻസി കെയർ കൊടുക്കണം അല്ലെ. എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, എമർജൻസി കെയർ കൊടുക്കണം. അപ്പൊ ആ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരൊക്കെ വേണം അവിടെ, ആരൊക്കെയാണ് അവിടെ അവൈലബിൾ ആവേണ്ടത്? അതായത് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യന്മാര്, ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റ്സുകള്, കാർഡിയാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ കാർഡിയാക് വിഭാഗവുമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആളുകളുടെ സർവീസ് സേവനം, അവിടെയുള്ള നഴ്സസ് ആയാലും ഡോക്ടേഴ്സ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും അവിടെയുള്ള ആളുകളുടെയും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെയും സർവീസ് നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതായത് കാർഡിയാക് വിഭാഗവും അതുപോലെ തന്നെ ഇവിടെ അതിനുപയോഗിക്കുന്ന എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടാകുന്ന പല പല ഏരിയയിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സ് ആണെങ്കിലും എന്താണ്, എല്ലാവരും ഒരുമിച്ചിരുന്നല്ലോ വർക്ക് ചെയ്യുന്നത്, പലരും എന്താണ് പല സ്ഥലത്തായിരിക്കും അല്ലോ. അപ്പൊ ഇവരൊക്കെ എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ടുള്ള ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ഉടനെ തന്നെ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ റിസപ്ഷനിൽ വിവരം അറിയിക്കാണ് കാർഡിയാക് അറസ്റ്റുമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉടനെ തന്നെ അനൗൺസ്മെന്റ് കേൾക്കാം, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്. അങ്ങനെ 3 times എന്ത് വരും, അനൗൺസ്മെന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഹോസ്പിറ്റലിൽ മൊത്തം കേൾക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ ഇതുമായി, അതായത് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം കാർഡിയാക്കുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാം, കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ അവിടെയുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരുമിച്ച് സജ്ജരാകുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോഡ് ബ്ലൂ എന്ന്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ?
എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്? അതായത് അദ്ദേഹത്തിന് നമുക്ക് പല സൈഡിൽ കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല അല്ലെ. അതായത് ഈ ഒരു ആൾക്ക് ഒരു 5 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു വിത്തിൻ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇദ്ദേഹത്തെ നമുക്ക് രക്ഷിച്ചെടുക്കണം. അപ്പൊ പലരെയും വിളിക്കാൻ ചെല്ലുമ്പോ എന്താണ്, പല അതായത് ഓരോ ആളുകളെ വിളിച്ചു വരുമ്പോ എന്താണ്, ചിലപ്പോൾ അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അരികിൽ എല്ലാവരും വരാൻ വേണ്ടിയിട്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ കോഡ് ബ്ലൂ മാത്രമല്ല ഉള്ളത്, പല കോഡുകളുണ്ട്. ചില കോഡുകൾ ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ് ആണ്. ദെൻ കോഡ് റെഡ് എന്തായിരിക്കും? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. കോഡ് റെഡ് എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും ഹോസ്പിറ്റലിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഫയറുമായി ബന്ധപ്പെട്ടാണ്. തീപിടുത്തം ഉണ്ടായാല് കോഡ് റെഡ് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. കോഡ് റെഡ്. ദെൻ കോഡ് ഓറഞ്ച്. കോഡ് ഓറഞ്ച് എന്തായിരിക്കും? കോഡ് ഓറഞ്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരാഴ്ചയായിട്ട് വാർത്തകളിൽ കാണുന്നത് ഒരു ദുരന്തമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ചെന്നാക്കുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോൾ ആശുപത്രികളില് ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് കോഡ് ഓറഞ്ച് ആണ്. കോഡ് ഓറഞ്ച് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. കോഡ് ഓറഞ്ച് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കോഡ് യെല്ലോ. കോഡ് യെല്ലോ എന്ന് പറയുന്നത് മിസ്സിംഗ് പേഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കാണാനില്ല, ആള് മിസ്സായി പോയി എവിടെയോ. ഓക്കെ, ആളെ തട്ടിക്കൊണ്ടു പോവുകയോ ആള് സ്വയം ഇഷ്ടപ്രകാരം പോവുകയോ ചെയ്തു കഴിഞ്ഞാല് ഏത് കോഡാണ് ആക്ടിവേറ്റ് ചെയ്യുക? കോഡ് യെല്ലോ ആണ് ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, മിസ്സിംഗ് പേഷ്യന്റ് ആണ് കോഡ് യെല്ലോ എന്ന് പറയുന്നത്. ദെൻ കോഡ് ബ്ലാക്ക്. കോഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് ബോംബ് ത്രെട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു കുട്ടിനെ എന്ത് ചെയ്യാം, ബോംബ് വെച്ചെന്ന് വിചാരിക്കാം, ഉടനെ തന്നെ ആളുകൾക്ക് എന്ത് കൊടുക്കണം, അലേർട്ട് കൊടുക്കണ്ടേ? അപ്പൊ ഏത് കോഡാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കോഡ് ബ്ലാക്ക് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ബോംബ് ത്രെട്ട്. ദെൻ കോഡ് പിങ്ക്. കോഡ് പിങ്ക് എന്ന് പറയുന്നത് പീഡിയാട്രിക്സ് കേട്ടോ. പീഡിയാട്രിക്സുമായി ബന്ധപ്പെട്ടതാണ് കോഡ് പിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, കോഡ് പിങ്ക് പീഡിയാട്രിക്സ്. ദെൻ കോഡ് ഗ്രീൻ. കോഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഇവാക്യുവേഷൻ ആണ്. ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിപ്പിക്കൽ എന്നാ പറയാ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് എന്താ പറയാ, ഭൂകമ്പം ഉണ്ടാവാൻ പോകുന്നു വിചാരിക്കാം, ഒരു മുന്നറിയിപ്പ് കിട്ടി. അങ്ങനെ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ ആ ഒരു ഇപ്പൊ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിലെ ജനങ്ങളെയും കൂടാതെ അതിനോടനുബന്ധിച്ച് ചുറ്റുവട്ടത്ത് പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങുകളിലെയും ആളുകളെ എന്ത് ചെയ്യണം, അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കണമല്ലോ. ഓക്കെ, അങ്ങനെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കോഡ് ഗ്രീൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കോഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡുകളാണ് പറഞ്ഞു തന്നത്. കോഡ് പിങ്ക് പീഡിയാട്രിക്സ് ആണ് കേട്ടോ. പിങ്ക് പീഡിയാട്രിക്സ്. അപ്പൊ കോഡ് ബ്ലൂ നമുക്ക് ഇവിടെ പ്രത്യേകം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോഡ് ബ്ലൂ ആണ്, അത് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കോഡ് റെഡ് എന്ന് പറയുന്നത് ഫയർ ആണ്. ദെൻ കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ ആണ്. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ് ആണ്. കോഡ് ബ്ലാക്ക് ബോംബ് ത്രെട്ട് ആണ്. ദെൻ കോഡ് പിങ്ക് പീഡിയാട്രിക്സ്. കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ. ഓക്കെ, പീഡിയാട്രിക്സുമായി ബന്ധപ്പെട്ടത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, അതായത് സ്കൂളുകളിലൊക്കെ എന്താണ് ഭക്ഷ്യവിഷബാധയ്ക്ക് ഉണ്ടാവില്ലേ, കുട്ടികളിലൊക്കെ ധാരാളം ഒരു കൂട്ടം കുട്ടികളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് എന്തെങ്കിലും ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിന് കൊണ്ടോ എത്തിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ എത്തിക്കുമ്പോൾ ആ ഒരു വിഭാഗം സജ്ജമാകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇതാണ് കോഡാണ് കോഡ് പിങ്ക് കേട്ടോ. പീഡിയാട്രിക്സ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കോഡുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ കോഡ് എന്ന് പറയുന്നത്
ഇവാക്യുവേഷൻ ആണ്. ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളെ ഒഴിപ്പിക്കുന്നത്. അതായത് ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എന്താ പറയാ ഭൂകമ്പം ഉണ്ടാവാൻ പോകുന്നെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യണം? ഒരു കെട്ടിടത്തിൽ ആ ഒരു ഏരിയയിലെ ഭൂകമ്പം ഉണ്ടാവാൻ പോവാണെന്ന് വിചാരിക്കുക. ആ ഒരു കെട്ടിടത്തിൽ നിന്നും ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന കെട്ടിടമാണ്, അല്ലെങ്കിൽ അതിനോട് ചുറ്റുവട്ടമുള്ള ആളുകൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നമുക്ക് ഒഴിപ്പിക്കണം. അപ്പൊ ഏത് കോഡാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കോഡ് ഗ്രീൻ ആണ് ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓറഞ്ച് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ആണ്. എന്തെങ്കിലും ദുരന്തമുണ്ട്, എന്തെങ്കിലും കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ, ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ ഫ്ലഡ്, അതുപോലെ തന്നെ എന്താണ് അങ്ങനെ പല എന്താ പറയാ ഭീഷണികൾ ഉണ്ടല്ലോ നമുക്ക്, പല പ്രകൃതി ദുരന്തങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡിസാസ്റ്റർ സമയത്ത് ആളുകളെ കൊണ്ടു ചെല്ലുമ്പോൾ ഇപ്പോ അത് എപ്പോഴും ആവണമെന്നില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ന്യൂസുകൾ കാണുന്നുണ്ട് അല്ലെ, ധാരാളം ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ആ ഒരു ഇതല്ല, അതെന്ന് പറഞ്ഞാല് ആളുകളുടെ ഫ്ലോ അവർക്ക് അറിയാനായിട്ട് പറ്റും അല്ലെ. ഇത് നടന്ന ദിവസം, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വയനാട്ടിൽ ആ ഒരു ദുരന്തം ഉണ്ടായത് അല്ലെ. അതായത് തിങ്കളാഴ്ച വെളുപ്പിനെ തൊട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, അവിടെ എത്തിക്കുന്നത്. അപ്പൊ ആ ഒരു ഫസ്റ്റ് ഇപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ആദ്യം കൊണ്ടുവരുമ്പോൾ ആദ്യം അലേർട്ട് ചെയ്യുന്നത് കോഡ് ഓറഞ്ച്. ഓക്കെ, അതിനുശേഷം പിന്നെ അവർക്കറിയാം, കാരണം ഇത്രയും ദുരന്തത്തിന്റെ ആഘാതം എങ്ങനെയാണ്, അതുകൊണ്ട് ധാരാളം ആളുകൾ എന്ത് ചെയ്യും, അവിടെ കൊണ്ടുവരുന്ന അവർക്കറിയാം. അപ്പൊ ആദ്യം ഈ ഒരു ന്യൂസ് അറിയുമ്പോൾ പെട്ടെന്നൊരു, അതായത് എല്ലാ വിഭാഗം, അതായത് ആ ഒരു ഡിസാസ്റ്ററിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായത് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കരുതലുകളും നമ്മൾ എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോഡ് ഓറഞ്ച് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. നമുക്ക് അത് കോഡ് ബ്ലൂ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് മെഡിക്കോ ലീഗൽ കേസസ് ആണ്. അതായത് ഞാൻ പറഞ്ഞു, മെഡിക്കോ ലീഗൽ കേസസുകളിൽ പോലീസിന്റെ ഇടപെടൽ വേണം, കോടതിയുടെ സഹായം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അല്ലെ. അതൊക്കെ വേറൊരു പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ MLC-യുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കേസുകൾ ഉണ്ടായാല് അതുമായി ബന്ധപ്പെട്ടിട്ട് വേറെ പ്രൊസീജിയേഴ്സ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കും. അതാണ് എന്ത് പറയുന്നത്, മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാല് അവിടെ ട്രീറ്റ്മെന്റിന് ഇരിക്കുന്ന രോഗിയുടെ, പേഷ്യന്റിന്റെ എല്ലാവിധ, അതായത് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ്, ഇനി അദ്ദേഹത്തിന് സീരിയസ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകള്, അതുപോലെ തന്നെ ഇനി മരിക്കുകയാണെങ്കിൽ മരിച്ചതിന് ശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതുമായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിന് എന്തൊക്കെ മെഷർമെന്റുകളാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്വാളിറ്റി എങ്ങനെയാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി എന്തൊക്കെ അളവുകോൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? അപ്പൊ നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞാല് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ആദ്യത്തെ പോയിന്റ് ആണ് പറയുന്നത് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. ഓക്കെ, അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് ഇതിനെ ഉദ്ദേശിക്കുന്നത്, അതായത് ഇത് പറയുന്നത് എന്താന്ന് വെച്ചാല് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ എത്ര പേരെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പറയാം, മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ എത്ര പേരെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറെ ആളുകളെ അറ്റ് എ ടൈം എന്ത് ചെയ്യാണ്, അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യ ആയിരിക്കും. ഓക്കെ, അപ്പൊ നേരത്തെ തന്നെ, അതായത് ഈ ഒരു ദുരന്തം, ഡിസാസ്റ്റർ, വയനാട് ഡിസാസ്റ്റർ ഉണ്ടായിരിക്കുന്ന ആ ഒരു സമയത്ത് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടു ചെല്ലുന്നുണ്ട് അല്ലെ. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണോ ആ പേഷ്യന്റ് അവിടെ വന്നിരിക്കുന്നത്? ഒരിക്കലും അല്ല അല്ലെ. പെട്ടെന്നുണ്ടായ ഒരു ദുരന്തത്തിലാണ് അത്രയും പേഷ്യൻസ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു, അതായത് ആ വയനാട് മേഖലയിൽ
ഏരിയയിലുള്ള ആളുകളാണെങ്കിൽ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലായിരിക്കും കൊണ്ടുപോവുക, അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കായിരിക്കും കൊണ്ടുപോവുക. അപ്പൊ ആ രണ്ട് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ആ രണ്ട് ഹോസ്പിറ്റലുകളുടെയും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം രോഗികളെ അറ്റ് എ ടൈം അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ രോഗികൾ എന്ന് പറയുന്നത് അവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ വരുന്ന രോഗികളാണ്. അപ്പൊ അവർക്ക് ധാരാളം ആളുകളെ രക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് തന്നെ അവരുടെ സർവീസ് എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് കേട്ടോ. അപ്പൊ അതൊരു ക്വാളിറ്റിയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ വരുന്ന അല്ലെങ്കിൽ എമർജൻസി ഏരിയയിൽ വരുന്ന രോഗികൾക്ക് എത്ര സമയമാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെലവാക്കേണ്ടി വരുന്നത്. ഓക്കെ, ചില പേഷ്യൻസ് ഉടനെ വന്നിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ആയി പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ചില പേഷ്യൻസ് കുറെ നാൾ അവിടെ കിടക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ കാണാറുണ്ട്. അപ്പൊ പെട്ടെന്ന് ഭേദമായി പോകുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെ, അങ്ങനെ നമുക്ക് അതിനെ ക്വാളിറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു പെർസെന്റേജ് നോക്കാറുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. അതായത് എത്ര പേര് ഡോക്ടറെ കാണാതെ മടങ്ങി പോകുന്നുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞാല് എല്ലാ സമയവും അവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കണം അല്ലോ. ചില സമയത്തൊക്കെ ഡോക്ടർ ഇല്ല എങ്കിൽ എന്താണ് അതൊരു ബാഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇംപ്രഷൻ ആവും അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുക. അപ്പൊ വരുന്ന രോഗികളിൽ എത്ര പേരെന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ കാണാതെ പോകുന്നുണ്ട്, അതിന്റെ ഒരു പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഡോക്ടറെ കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ എന്താണ് അതൊരു ക്വാളിറ്റി നൽകുന്ന ഒരു ഫാക്ടറാണ് അല്ലെ. ഇനി നെക്സ്റ്റ് ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ഇനി അവിടെ വരുന്ന രോഗികൾക്ക് എത്ര പേർക്ക്, അതായത് ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുമല്ലോ, നമ്മൾ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് രോഗിയുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ ടെമ്പറേച്ചർ നോക്കും, പൾസ് റേറ്റ് നോക്കും. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് എത്ര സമയമാണ് അവരെടുക്കുന്നത്, ഇടി എത്ര സമയമാണ് എടുക്കുന്നത്, അതിന്റെ ഒരു ടൈം നോക്കാറുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെയാണ് സ്പീഡിലൊക്കെയാണ് അത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് എത്ര വൈകിയാണോ ചെയ്യുന്നത് അത്രയും വൈകി മാത്രമാണ് ട്രീറ്റ്മെന്റ് സാധിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് നോക്കാറുണ്ട്. ദെൻ ടൈം ടു ട്രീറ്റ്മെന്റ്. ഇനി എത്ര സമയം എടുത്തിട്ടാണ് ഇഡിയില് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കുറെ സമയം എടുത്തിട്ടാണെങ്കിൽ എന്താണ് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടി ആയിരിക്കില്ല അല്ലെ. പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് ആണ് രോഗിക്ക് കൊടുക്കുന്നതെങ്കിൽ അത് നല്ല രീതിയിലുള്ള നിലവാരം പുലർത്തുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ സർവീസ് എക്സ്പീരിയൻസ്. സർവീസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് അവിടെ ജോലി ചെയ്യുന്ന ആളുകള് ധാരാളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല ഹോസ്പിറ്റലുകളിൽ നിന്നും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവിടെ വന്ന് നമുക്ക് സർവീസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അപ്പൊ അവരുടെ സർവീസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതാണ്. അതായത് കുറേയധികം സർവീസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ആ ഇഡിയില് നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ആളുകളുടെ എന്താ പറയാ രക്ഷപ്പെട്ട് വരുന്ന ആ ഒരു പെർസെന്റേജ് എന്താണ് കൂടിയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് നോക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. എത്ര പേര് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ ഇഡിയിൽ വരുന്നുണ്ട്. രണ്ടാമത്തത് എത്ര സമയമാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. മൂന്നാമത്തത് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. എത്ര പേര് ഡോക്ടറെ കാണാതെ പോകുന്നുണ്ട്. നാലാമത്തേത് ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട്. ദെൻ ടൈം ടു ട്രീറ്റ്മെന്റ്. എത്ര സമയമാണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നടത്തുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് എത്ര സമയം പോകുന്നുണ്ട്. ദെൻ സർവീസ് എക്സ്പീരിയൻസ്. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഒക്കെ എക്സ്പീരിയൻസ് എത്രയാണെന്ന് കൂടി നോക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആയിരുന്നു കരുതുന്നു കേട്ടോ. ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്ലഡ് പ്രഷർ BP നോക്കുക,
അതുപോലെ തന്നെ ടെമ്പറേച്ചർ നോക്കുക, പൾസ് റേറ്റ് നോക്കുക, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഇനീഷ്യൽ അസസ്മെന്റിൽ വരുന്നത്. വേണമെങ്കിൽ നമ്മുടെ വെയിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് വെയിറ്റും കാര്യങ്ങളും നോക്കുമെന്ന് എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ല. സാധാരണ ഹോസ്പിറ്റലുകൾ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്യും, അതുപോലെ നിങ്ങളുടെ BP ഒക്കെ നോക്കും. അതിനുശേഷമാണ് നിങ്ങളെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് കടത്തിവിടുന്നത്. ആദ്യം അവര് നോക്കുന്ന ആ കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്, ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഞാൻ ഇന്ന് ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. കുറച്ചൊരു ഭാഗം കൂടി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ദെൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ 5-6 ക്വസ്റ്റ്യൻസ്, ഒരു 5-6 ക്വസ്റ്റ്യൻസ് കൊണ്ടുവരും, അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കോഡുകൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക. ദെൻ പ്രയോറിറ്റി എന്തൊക്കെയാണ് ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എല്ലാവരും വായിച്ചിട്ടൊക്കെ വരിക. ഇനി ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. Miss, hospital administration must ensure third point ancillary services എന്താ? ആൻസിലറി സർവീസസ് എന്ന് പറഞ്ഞാല് അനുബന്ധ സേവനങ്ങൾ എന്നാണ് ആൻസിലറിയുടെ മലയാളം വരുന്നത്. അത് പറയുന്നത് നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് മെഡിക്കൽ പ്രൊഫഷണൽസ് അത് ആരും ആകാം, ഡോക്ടേഴ്സ് ആകാം, അല്ലെങ്കിൽ നഴ്സും ആകാം, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളാകാം. ഇങ്ങനെയുള്ള ആളുകളുടെ സേവനങ്ങള് EDയിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തണമെന്നാണ് പറയുന്നത്. അവരുടെ സേവനങ്ങൾ, അതായത് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ സേവനങ്ങൾ, ആൻസിലറി സർവീസ്. ഇപ്പൊ ഒരു ഡോക്ടർമാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നഴ്സുമാരുടെ ഡ്യൂട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അല്ലെ. നഴ്സുമാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മറ്റ് സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. അപ്പൊ ഓരോരുത്തർക്കും എന്താണ് ഓരോരോ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ഡ്യൂട്ടി എന്ത് ചെയ്യണം, ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ക്വാളിറ്റി ഉറപ്പുവരുത്തണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻസിലറി മീൻസ് അനുബന്ധ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അനുബന്ധ. ഓക്കെ, പിന്നെന്താണ് ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. മെഡിക്കൽ ലീഗൽ കേസസ് കേസോ ഒന്നുകൂടി ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാം. മെഡിക്കോ ലീഗൽ കേസ്, മെഡിക്കോ എന്നുള്ള ഇതല്ലേ പോയിന്റ് ഐ വരുന്ന മെഡിക്കൽ ലീഗൽ കേസ് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ ഷാമിമ? ഇല്ലല്ല. ഇല്ല അല്ലെ. ആ, മെഡിക്കൽ ലീഗൽ കേസുകൾ എന്ന് പറഞ്ഞാല് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആക്സിഡന്റ് ആൻഡ് ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയിസണിങ്, അൺകോൺഷ്യസ്, ബ്രോഡ് ഡെഡ് ഷുഡ് ബി സ്റ്റാമ്പ്ഡ് ആസ് MLC. അതായത് ആക്സിഡന്റ് ആയിട്ട് വരുന്ന കേസുകള്, അതുപോലെ തന്നെ ട്രോമ, എന്തെങ്കിലും ആഘാതവുമായി വരുന്ന കേസുകള്, അസാൾട്ട്, ആക്രമണവുമായിട്ട് വരുന്ന കേസുകള്, റേപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകള്, ദെൻ പോയിസണിങ്, വിഷം കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകള്, അതുപോലെ തന്നെ ബോധം കെട്ടിട്ട് എന്താ പറയാ മരിച്ചു വീഴുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കും മരിക്കുക, അങ്ങനെയുള്ള കേസുകളെയാണ് എന്ത് പറയുന്നത്, നമ്മള് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത് കേട്ടോ. MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഴാണെന്ന് വിചാരിക്കുക, ആളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പൊ കൂടെയുള്ള ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അറിയില്ല എന്ത് പറ്റിയതാണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ചിലപ്പോ പോയിസണിങ്, വിഷം കഴിച്ചിട്ടുണ്ടാവും. ചില കേസുകളിൽ സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും, വിഷം കഴിച്ചിട്ടുണ്ടാകും. അപ്പോ പെട്ടെന്ന് തന്നെ, അതായത് ഡോക്ടർമാർക്ക് സംശയം തോന്നിയിട്ട്, അതായത് ഇത് സാധാരണമായിട്ട് ബോധം കെട്ട് വീണിട്ടല്ല, ഉള്ളിൽ എന്തോ മാരകമായിട്ടുള്ള വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് ഡോക്ടേഴ്സിന് അവിടെ പെട്ടെന്ന് അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാല് ഉടനെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് ആ ഒരു കേസ് MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഓക്കെ, എന്തുമാവട്ടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് MLC എന്ന് പറയുന്നത് 1-2 കാര്യങ്ങൾ മാത്രമല്ല, അത് ആക്സിഡന്റ് ആവാം, ട്രോമയാവാം, അസാൾട്ട് ആകാം, റേപ്പ് ആവാം, പോയിസണിങ് ആവാം, അൺകോൺഷ്യസ്. അതായത് അബ്നോർമലി ഉള്ള ഏതൊരു കേസുകളും MLC ആയിട്ടാണ് സ്റ്റാമ്പ് ചെയ്യുന്നത്.
ക്ലിയർ ആയോ? അപ്പൊ MLC കേസുകളിൽ നമുക്ക് പോലീസിന്റെയും കോടതിയുടെയൊക്കെ സഹായം വേണ്ടി വരും. ക്ലിയർ ആണോ? ഷമീമ മനസ്സിലായോ? ആ പറഞ്ഞോ. SOPയുടെ ഫുൾ ഫോം എന്ന് പറയോ? SOPs ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദേ നോക്കിയേ, ഇവിടെ തന്നെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതായത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് എന്ത് ഈ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. EDയില് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉള്ള പോലെ, അതായത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തുണ്ടാവും, EDയില് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുക. ചില നടപടിക്രമങ്ങള് ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ഉണ്ടാകും. ഓക്കെ, അടുത്ത ഡൗട്ട് എന്താണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞു കോഡുകൾ ഒന്ന് പറഞ്ഞു, ആരെങ്കിലും ഒരാള് കോഡുകൾ. കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ്, കോഡ് റെഡ് ഫയർ, കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ, കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ്, കോഡ് ബ്ലാക്ക് ബോംബ് ത്രെഡ്, കോഡ് പിങ്ക് പീഡിയാട്രിക്സ്, കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് എന്ന് പറഞ്ഞാരെങ്കിലും ഫങ്ഷൻസ് ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പറഞ്ഞ ആളെ തന്നെ പറഞ്ഞാലും മതി. മൻഹ സബീൽ, മോളൊന്ന് പറയോ? മൻഹ സബീൽ. ഇന്ദു ധനീഷ്, എല്ലാരും പോയോ? നിങ്ങക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. അന്നു ജോമോനെ ഒന്ന് പറയാമോ ഫങ്ഷൻസ്? മിസ്, ഉമൈബ. അവിടെ എത്തിയ പേഷ്യൻസിന് ലൈഫ് സേവ് ചെയ്യേണ്ട മെഡിക്കൽ കെയർ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം, അവർ ജീവൻ പെട്ടെന്ന് രക്ഷിക്കുന്ന രീതിയിൽ. പിന്നെ MLC കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസും കോർട്ടുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ആംബുലൻസ് സർവീസ് പേഷ്യൻസിന് കൊടുക്കണം ഹോസ്പിറ്റലിലേക്ക് ഉള്ളത്. അതുപോലെ തന്നെ പിന്നെ ഈ ഡിസാസ്റ്റർ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് അവരുടെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എന്താണ് ഫുൾഫില്ല് ചെയ്യണം. അതുപോലെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ആയിട്ടുള്ള റിസർച്ച് നൽകണം, പ്രൊവൈഡ് ചെയ്യണം ED. വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞ ആരെങ്കിലും വേറൊരാള് പറഞ്ഞു. ആരാ പറയാ? ഉമൈബ തന്നെ ഒന്ന് പറയാമോ? ഉമൈബ. മിസ്, ഒന്ന് പറഞ്ഞോ മോളെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അവിടെയുള്ള പേഷ്യൻസിന്റെ ഹെൽത്ത് കെയർ നോക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ കൃത്യമായ എഴുതി വെച്ച പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ED അതുപോലെ ചെയ്യുന്നുണ്ടോന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. പിന്നെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല അപ്പൊ അങ്ങനെ ഇങ്ങനെ പറയാനുണ്ട്. തേർഡ് പോയിന്റ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടില്ല. അതായത് മെഡിക്കൽ നഴ്സിംഗ് പ്രൊഫഷണൽസിന്റെ ഇടപെടല് EDയിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യുന്ന ആളുകൾ അവിടെ എന്തായാലും എന്ത് ചെയ്യും, സേവനം ചെയ്യുമല്ലോ. പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരുടേതുന്ന മാക്സിമം, അതായത് അവരുടെ പക്കൽ നിന്നുള്ള മാക്സിമം കെയർ ആർക്ക് കൊടുക്കണം? പേഷ്യന്റിന് കൊടുക്കണം. അതൊരു ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം പേഷ്യന്റിന് അവർ കൊടുക്കേണ്ടത്. അതാണ് അവിടെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ.
ഓക്കെ, അതാണ് കേട്ടോ. പിന്നെ ആദ്യത്തെ പോയിന്റ് മോള് പറഞ്ഞത്, അതായത് ED മസ്റ്റ് ബി ഓർഗനൈസ്ഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ടു മീറ്റ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ. ഒരു കൂട്ടം ആളുകള് EDയിൽ വന്നു കഴിഞ്ഞാല് ആ ആളുകൾക്ക് അറ്റ് എ ടൈം എന്ത് കൊടുക്കാൻ പറ്റിയിരിക്കണം? കെയർ കൊടുക്കാനായിട്ട് സാധിച്ചിരിക്കണം. ആളുകളുടെ എണ്ണം, അതായത് EDയിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിന് അനുസൃതമായിട്ട് അവരുടെ ആവശ്യങ്ങള് മീറ്റ് ചെയ്യാൻ, അതായത് ചെയ്തു കൊടുക്കാൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് സാധിക്കണം. ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. അത് മനസ്സിലായോ ഇപ്പോ? ഓക്കെ. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചേ. നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നേ? The medical director should oversee all aspects of the practice of emergency medicine in ED. മെഡിക്കൽ ഡയറക്ടർ ഉണ്ട് അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ഒരു മെഡിക്കൽ ഡയറക്ടർ ഉണ്ട്. ആ മെഡിക്കൽ ഡയറക്ടർ ഇടക്കിടക്ക് വന്ന് എന്ത് ചെയ്യണം? അവിടെയുള്ള എമർജൻസി മെഡിസിന്റെ എക്സ്പയറി ഡേറ്റ് തീർന്നിട്ടുണ്ടോ, അവിടെ സ്റ്റാഫുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യണം. പിന്നെ അതിന് മുമ്പത്തെ പോയിന്റ് എന്ന് പറയുന്നത് എമർജൻസി കെയർ കണ്ടിന്യൂലി മോണിറ്റേർഡ് ആൻഡ് ഇവാലുവേറ്റഡ്. അതായത് എപ്പോഴും EDയിലെ പ്രവർത്തനങ്ങള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ഒരു റെപ്രസെന്റേറ്റീവ് വന്ന് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ക്ലിയർ ആണോ ഉമൈബ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നേ? All All nurse get a formal orientation program address. മെഡിക്കൽ ഡയറക്ടർ EDയിൽ കൊടുക്കുന്ന മെഡിസിൻസിന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ് ഷുഡ് ഗെറ്റ് എ ഫോർമൽ ഓറിയന്റേഷൻ. അവിടെ വരുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം എന്നാണ് പറയുന്നത്. പുതുതായിട്ട് ഇപ്പൊ നിങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ പോയിരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നൽകണം. അതുപോലെ തന്നെ അടുത്തത് ദ മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഹോസ്പിറ്റലിന്റെ മിഷൻ എന്താണെന്ന് നിങ്ങളെ വ്യക്തമായിട്ട് ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രോഗികൾക്ക് മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം അല്ലെ. അപ്പൊ അത് നിങ്ങളെ പ്രധാനമായിട്ടും ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ EDയില് നിശ്ചിത സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. അതിനെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫുകളുടെയും റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി അത് മാത്രമല്ല, അവരുടെ സ്കിൽ അനുസരിച്ച്, അവരുടെ നോളജ് അനുസരിച്ച് എന്ത് ചെയ്യാം? അവർക്ക് അവരുടെ ജോലിയില് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്ന എല്ലാവിധ ഹെൽപ്പുകളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ ട്രയേജ് സെക്ഷനിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു RNനും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനൊക്കെ എവിടെ ഉണ്ടായിരിക്കണം? EDയില് വർക്കിംഗ് ആയിരിക്കണം. പിന്നെ രോഗികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു SOPs, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം. അതാണ് പിന്നെ റിസീവിംഗ് ദ പേഷ്യന്റ്, രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ് ഒക്കെ വരുന്നത് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ തീർത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക് കിട്ടി നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു.